ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് IFB എന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ ഉണ്ട്. പഴയ മോഡലാണ്, നമുക്കൊരു 5 വർഷം പഴക്കമുള്ളൊരു മോഡൽ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൽ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞത് സ്പീഡ് കിട്ടുന്നില്ല എന്നാണ്. നമ്മൾ തുണി അലക്കുമ്പോഴൊക്കെ ഒരു സ്പീഡ് കിട്ടുന്നില്ല, അത് കറക്റ്റായിട്ട് അലക്കുന്നില്ല, എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ആ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 6 kg കോമൺ ആയിട്ട് വന്നിട്ടുള്ളൊരു മോഡലാണ്, നല്ലൊരു മോഡൽ IFBൻ്റെ വാഷിംഗ് മെഷീൻ തന്നെയാണ്. അപ്പോൾ ഇതിന് ചെറിയ പോരായ്മകളൊക്കെ ഉള്ളത് നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സ്ക്രൂ അഴിച്ചിട്ടുണ്ട്, കൂടാണ്ട് മുകളിൽ ടോപ്പിൽ സ്ക്രൂ അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ്. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്, അത് ഊരാം. കൂടാതെ വയർ കണക്ഷൻ ഉണ്ട്, അത് നമുക്കിവിടെ ഡിസ്കണക്ട് ചെയ്തിടണം. എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പാനൽ ഊരിയെടുക്കാനായിട്ട്. ഇവിടെ സ്വിച്ചിൻ്റെ കണക്ഷനും വരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് ഊരിയിടണം. കൂടാതെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനൽ ഊരാനായിട്ട് നമുക്ക് ഈ ചെറിയൊരു ലോക്കിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ കണക്ഷനൊക്കെ ഊരിയ ശേഷം നമുക്ക് ബോർഡ് ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ ബോർഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് അവർ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. വാട്ടർ പ്രൂഫാണ് ബോർഡും കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ബോർഡും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവാണ്ടിരിക്കുകയുള്ളൂ. കൂടാതെ നമുക്ക് വാട്ടറിലൊന്നും റെസിസ്റ്റൻസ് ഇല്ലാത്ത സ്ഥലത്ത് വേണം നമുക്ക് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാലം ബോർഡ് കംപ്ലൈൻ്റ് ഒന്നും ആവാതെ നമുക്കത് തുരുമ്പൊന്നും പിടിക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മൾ ബോർഡ് നമ്മളിവിടെ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വാട്ടർ ഇന്ന് വരുന്ന സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്, ഡ്രമ്മും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ ഊരാൻ പോകുന്നത് സൈഡ് ബീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഡോറിൻ്റെ സെക്ഷൻ വരുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കിവിടെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് സ്റ്റീലിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഇത് ടൈറ്റാക്കി വെച്ചിട്ടുള്ളത്. വാട്ടർ ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ലോക്കാണിത്. അപ്പോൾ നമുക്കിത് ആദ്യം അഴിച്ചു മാറ്റാം. അത് അഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഊരാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട് പാനൽ ഊരണമെങ്കിൽ നമുക്ക് ഈ റിങ് അഴിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ ആ റിങ് ഇവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സൈഡിലെ റബ്ബർ ബീഡിങ് വളരെ സോഫ്റ്റായിട്ട് നമുക്കത് തിക്കി മാറ്റാം കേട്ടോ. വളരെ അത് ചിലപ്പോൾ പഴക്കമൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകും, വളരെ ശ്രദ്ധിച്ച് വേണം അത് ഊരിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മളത് വല്ല ആ ഡോറിൽ നിന്ന് നമുക്ക് വിടിയിച്ചെടുക്കാം. അപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. 5 വർഷമായിട്ടും അതിൽ നമ്മൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് അതിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും അതൊന്നും കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡിൽ 2 സ്ക്രൂ വരുന്നുണ്ട്, കൂടാതെ താഴെയും സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്കത് ഊരി മാറ്റണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചരിച്ച് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിവിടെ നമുക്ക് ഡോർ ലോക്കിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, അത് ജസ്റ്റ് ഇവിടെ ലോക്കിങ് മാത്രമായിട്ടുള്ളത്. അത് നമുക്ക് വല്ല തിക്കിങ് എടുത്ത് കഴിഞ്ഞാലും ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ സ്ക്രൂ വന്നിട്ടില്ല, അപ്പോൾ ലോക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല, നമുക്ക് ഊരിയെടുക്കാം പെട്ടെന്ന് തന്നെ. പിന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ ഡ്രൈനേജിൻ്റെ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഡ്രൈനേജിൻ്റെ സെക്ഷനിൽ 2 സ്ക്രൂ വരുന്നുണ്ട്, അത് നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ ഡ്രൈനേജിൻ്റെ ആ സെക്ഷന് സ്ലൈഡ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് ഊരാൻ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് അതിവിടെ ഊരിയിട്ടുണ്ട്. പിന്നെ താഴെ സ്ക്രൂ വരുന്നുണ്ട്, അതിൽ ലോക്കിംഗ് ആയിരിക്കും വരിക. അപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ക്രൂ അവിടെ 2 ഊരിയിട്ട് സൈഡിലും കൂടി താഴെ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് മെല്ലെ ഊരി മാറ്റാവുന്നതാണ്. അല്ല, സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്കത് ഊരി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്കത് ഊരി കിട്ടുന്നുണ്ട്. ഓക്കെയാണ്, അത് ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്ക്രൂവും അടിയിലുള്ള ചെറിയ സ്ക്രൂവും മാത്രമേ അതിൽ കണക്ഷൻ വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്ക്രൂ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാനൽ നമുക്കിത് ഊരി എടുക്കണമെങ്കിൽ ഈ 2 സ്ക്രൂവും കൂടി നമുക്ക് ഊരണം. അപ്പോൾ ഡ്രൈനേജിൻ്റെ ആ സെക്ഷൻ നമുക്കിവിടെ ഊരിയുണ്ട്, പൈപ്പ് നമുക്കിവിടെ ഊരിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പാനൽ ആ 2 സ്ക്രൂ കൂടി അഴിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ റബ്ബർ ബീഡിങ് മൊത്തം ഊരിയെടുക്കാനായിട്ട് ഒരു ലോക്കും കൂടി വരുന്നുണ്ട്. അത് നമ്മൾ സ്റ്റീലിൻ്റെ റിംഗ് ആയിട്ടുള്ള കണക്ഷനാണ് വന്നിട്ടുള്ളത്. നമുക്കത് മെല്ലെ പ്ലെയർക്ക് ഉപയോഗിച്ച് വളരെ സോഫ്റ്റായിട്ട് ഊരി മാറ്റാം. അപ്പോൾ നമ്മൾ ആ റിങ് മെല്ലെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റബ്ബർ ബീഡിങ് നമുക്ക് വളരെ സൂക്ഷിച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് ഊരി മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഡോറിൽ കറക്റ്റ് ലോക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വാട്ടർ പുറത്തേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റബ്ബർ ബീഡിങ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് തന്നെ ഊരിയെടുക്കണം. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബീഡിങ് നല്ലതാണ് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം തുണി അലക്കുമ്പോഴും വൃത്തിയാക്കി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാലാണ് ഇതേപോലെ പുള്ളിക്കുത്തൊക്കെ പിടിച്ചത് നാശമായി പോകുന്നതായിരിക്കും, ഫംഗസൊക്കെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ട് കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല ഡ്രമ്മിന്. അപ്പോൾ നമ്മൾ റബ്ബർ ബീഡിങ് ഊരിയിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ റബ്ബർ ബീഡിങ് ഉരഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉരയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഈ റബ്ബർ ബീഡിങ് നാശമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രമ്മിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ താഴെയുള്ള ഭാഗം മാത്രം, ഇത്രയും ഭാഗം ഉരഞ്ഞിട്ടില്ല.
ബാക്കി എല്ലാ ഭാഗവും ഇതിൽ ഉരഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ താഴെയുള്ള ഭാഗം ഉരഞ്ഞത് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഫ്രണ്ട് പാനലിൽ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡ്രമ്മ് ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ ബാലൻസ് ചെയ്യാനുള്ള വെയിറ്റാണ്. അപ്പോൾ വെയിറ്റും കാര്യങ്ങളും നമ്മളിവിടെ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിൻ്റെ കണക്ഷനും പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ വളരെ കറക്റ്റായിട്ട് തന്നെ ഊരി മാറ്റുക. അപ്പോൾ നമ്മളിവിടെ ഡ്രമ്മ് കറക്കി നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കത് ഊരി മാറ്റിയാൽ മാത്രമാണ് ബാക്കി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വാട്ടർ ഇന്ന് കൊടുക്കുന്ന സെക്ഷനാണ് കാണുന്നത്. 2 ടൈപ്പിലാണ് വാട്ടർ ഇന്ന് വരുന്നത്. ഒന്ന് ടോപ്പിൽ നിന്നും വരുന്നുണ്ട്, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്ക്രൂ കാര്യങ്ങൾ റൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഊരിയാലാണ് നമുക്ക് ഡ്രമ്മ് ഊരാൻ പറ്റുകയുള്ളൂ. ഉള്ളിൽ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് അഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ചുറ്റുമുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കവറിങ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഡ്രൈനേജ് ക്ലീനിങ് ചെയ്യണം. നമ്മൾ ഡ്രം ക്ലീനിങ് പൗഡറൊക്കെ ഉപയോഗിച്ച് വേണം ഇതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ. അത് ഇടയ്ക്കൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ഉള്ളിൽ റസ്റ്റൊക്കെ പിടിച്ച് നാശാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഡ്രമ്മിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ ഡ്രമ്മാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു വേരിയേഷൻ പോലെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അത്രയ്ക്കും ബെൻഡൊന്നും കാണുന്നില്ല കേട്ടോ നമുക്കിതിൽ നോക്കുമ്പോൾ. അപ്പോൾ എന്താണെന്നുള്ള കംപ്ലൈൻറ്റ് നമുക്കൊന്നുകൂടി അഴിച്ചു നോക്കണം. അപ്പോൾ ഡ്രമ്മ് കൂടെ ഊരി നോക്കിയാൽ നമുക്കിനി അറിയാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ബെൽറ്റ് ഊരിയിട്ടുണ്ട്, മോട്ടറിൽ നിന്നുള്ള ബെൽറ്റ് ഊരിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. വളരെ ടൈറ്റിലുണ്ടാവും, അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം ഇവിടെ ഊരി മാറ്റാൻ. അപ്പോൾ അങ്ങനെ കറക്റ്റ് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം ഊരിയെടുക്കാൻ. അപ്പോൾ പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമുക്കിത്. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷിച്ച് വേണം ഊരിയെടുക്കാൻ. അപ്പോൾ കമ്പനി ഗമ്മും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല കാര്യം ഊരി പോകാതിരിക്കാനുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ ഊരി മാറ്റാം. ഇനി നമുക്ക് റിങ് വളരെ സ്ലൈഡ് ചെയ്ത് നമുക്ക് വെല്ല ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ സ്ലൈഡ് ചെയ്ത് ഊരിയെടുത്താലാണ് നമുക്ക് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം ഊരിയെടുക്കാൻ. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ടൈറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ലോക്ക് മെല്ലൊന്ന് മുട്ടി കൊടുത്ത് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഊരിയെടുത്താണ്. അപ്പോൾ ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഊരിയെടുക്കാൻ. അവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും വെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് കറക്റ്റ് ഇടാൻ പറ്റാത്ത രീതിയിലായി പോകും. അപ്പോൾ ഇത് നമ്മൾ മെല്ലെ ടച്ച് ചെയ്ത് ബെയറിങ്ങിൽ നിന്ന് ഊരിയെടുക്കണം നമ്മുടെ ഡ്രമ്മ്. അപ്പോൾ നമ്മുടെ ഡ്രമ്മ് നിൽക്കുന്നത് 2 ബെയറിങ്ങിലാണ്. അപ്പോൾ 2 ബെയറിങ്ങിൽ നമ്മൾ ചെറിയ ടൈറ്റിലായിട്ട് നിൽക്കുന്നത് നമുക്ക് മെല്ലെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് പ്രഷർ സെൻസറാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പൈപ്പ് അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തുണി അലക്കുമ്പോഴുണ്ടാകുന്ന പ്രഷറും കാര്യങ്ങളും സെൻസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ മെഷീനെ കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള കണക്ഷനാണ് ഇവിടെ കാണുന്നത്. ആ ട്യൂബ് നമുക്കവിടെ മെല്ലെ ഊരിയെടുക്കാം. കൂടാതെ തൊട്ട് താഴെ വയറിങ് കാര്യങ്ങൾ, നമ്മൾ ഹീറ്ററിലേക്കുള്ള വയറിങ് കാണാം, മോട്ടറിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് മോട്ടർ വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. വളരെ കൃത്യമായിട്ട് തന്നെ ഊരിയെടുക്കാം. മോട്ടറിലാണെങ്കിൽ 2 സ്ക്രൂ മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. ആ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ തന്നെ മോട്ടർ നമുക്കിവിടെ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള വയറിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഊരിയെടുക്കുക. മോട്ടർ കറക്റ്റ് ഒരു ബാലൻസിങ്ങിലാണ് അതിൽ നിന്നിട്ടുള്ളത്. 2 സ്ക്രൂ ആണ് മെയിനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ഊരിയ ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഊരിയെടുക്കാവുന്നതാണ്. ഇനി മോട്ടറിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റിലീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രഷർ പൈപ്പും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോക്കിംഗ് ഉണ്ട്, അത് മെല്ലെ ഊരിയെടുക്കാം. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാവുന്നതാണ് നമുക്കിതിൻ്റെ നിൽക്കുന്നൊരു ചെറിയൊരു ഷോക്ക് ആബ്സർ, അതായത് ഗമ്മിങ് ഷോക്ക് ആബ്സറാണ് ഇത് വരുന്നിട്ടുള്ളത്. അപ്പോൾ താഴെ സ്പ്രിങ് വരുന്നില്ല, മുകളിൽ 2 സ്പ്രിങ്ങിലാണ് നമ്മളെ ട്യൂബ് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മെല്ലെ താഴെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മോട്ടർ വന്നിട്ടുള്ളത്. മോട്ടർ നല്ലൊരു ക്വാളിറ്റിയുള്ള മോട്ടർ തന്നെയാണ്. ഏകദേശം 5 വർഷത്തോളം ഉപയോഗിച്ചിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. മോട്ടർ വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ IFBൻ്റെ വാഷിംഗ് മെഷീൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ സ്പിന്നർ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. സ്പിന്നിങ് ഒക്കെ മോട്ടർ ഓക്കെയാണ്. അപ്പോൾ മോട്ടർ നമ്മളിവിടെ ഫ്രീ ആയിട്ട് നമ്മൾ സ്പിൻ ചെയ്തിരുന്നു. അപ്പോൾ ഡ്രമ്മ് നമ്മളിവിടെ ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രമ്മിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം നമുക്ക് കാസ്റ്റ് അയൺ ആയിട്ടുള്ള സംഭവമുണ്ട്. നമ്മുടെ സ്റ്റീലിൻ്റെ നമ്മുടെ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. മോട്ടർ കണക്ട് ചെയ്യുന്ന സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഡ്രമ്മിൻ്റെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ അഴുക്ക് പിടിച്ചിട്ട് നമുക്കിത് ദ്രവിച്ച പോലെയായിട്ടാണ് കാണുന്നത്.
അപ്പോൾ നോക്കുമ്പോൾ അതിൽ ചെറിയ തുളകളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബലക്ഷയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പൈഡറാണിത്. അപ്പോൾ 3 ലീഡുകളിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഈ ഡ്രമ്മ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂലയിൽ വരുന്ന സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രമ്മ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈനേജ് ക്ലീനിങ്, അതായത് നമ്മൾ ഡ്രമ്മ് ക്ലീനിങ് നമ്മൾ ഇതിനുമുമ്പ് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം നമുക്കിത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ സോപ്പ് പൊടി അല്ലെങ്കിൽ ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുക. ഇത് കാസ്റ്റ് ആൻഡ് ബോർഡിലുള്ള സംഭവം ആയതുകൊണ്ട് ദ്രവിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റീലാകുമ്പോൾ അങ്ങനെ നാശമായി പോവുകയില്ല. അപ്പോൾ നമ്മുടെ ഡ്രമ്മ് സ്റ്റീലും അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഷാഫ്റ്റ് ഇരുമ്പിൻ്റെതാണ്. കൂടാതെ ഇതിൻ്റെ കാസ്റ്റനാണ് നമുക്ക് ഇതിൻ്റെ സ്പൈഡർ, അതായത് നമ്മൾ ഡ്രമ്മ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, സ്ക്രൂ ഒക്കെ സൈഡിലേക്ക് സ്ക്രൂ ചെയ്തായിട്ട് കാണാം. അതേപോലെ 3 സൈഡിലേക്കും സ്ക്രൂ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡ്രൈനേജ് ക്ലീനിങ് കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടാണ് അത് കംപ്ലൈൻ്റ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലോഡ് വരുന്ന സമയത്ത് ഈ സ്പൈഡർ നമുക്ക് ലോഡ് താങ്ങാതെ ഒരയുന്നതായിരിക്കും മിക്കവാറും കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 90% അത് തന്നെയാണ് കംപ്ലൈൻ്റ് ഉള്ളത്. കുറേ ദ്രവിച്ച് പോയതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഡ്രമ്മ് മൊത്തത്തിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അല്ലെങ്കിൽ സ്പൈഡർ മാത്രമായിട്ട് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് ലോഡ്, വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ നമുക്ക് ഏകദേശം പരിഹരിക്കാവുന്നതാണ്. കംപ്ലൈൻറ്റ് വരാതെയൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഡ്രമ്മിൻ്റെ ആ സ്റ്റീൽ വരുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ബുഷും കാര്യങ്ങളും ബെയറിങ്ങൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞൊഴിക്കുന്ന ചെളികൾ നമുക്കിവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ സ്റ്റീലായതുകൊണ്ട് നമുക്ക് കാണില്ല. അത് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ആ പൗഡർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ളത് പറയാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള അഴുക്കും കാര്യങ്ങളും ഇരുന്നാലേ നമുക്ക് തുണിയിലേക്ക് വീണ്ടും അത് പിടിക്കുകയും ചെയ്യും. കൂടാതെ തുണിക്കൊരു സ്മെല്ലൊക്കെ ആയിരിക്കും നമുക്ക്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇടയ്ക്ക് നമ്മൾ ഡ്രൈനേജ് ക്ലീനിങ്, ഡ്രമ്മ് ക്ലീനിങ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. താഴെ കോയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ചെളിയും കാര്യങ്ങളും പോകാനാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഡ്രമ്മ് മാറ്റുന്നതിന് പകരം നമ്മൾ ചെയ്തത് നമ്മളതിൻ്റെ സ്പൈഡർ ഒഴിവാക്കിയിട്ട് സ്റ്റീൽ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളത് ഇൻഡസ്ട്രിയിൽ നമ്മൾ സ്റ്റീൽ ചെയ്തെടുത്തു. അതേ സെയിം അളവിൽ തന്നെ നമുക്ക് വീൽ ബാലൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിവിടെ സ്റ്റീൽ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീൽ ചെയ്യുമ്പോൾ അധികം കംപ്ലൈൻറ്റും കാര്യങ്ങളും വരില്ല, ദ്രവിച്ച് പോകുന്ന പ്രശ്നം വരുന്നില്ല. അപ്പോൾ കൂടുതൽ അഴുക്കും കാര്യങ്ങളും പിടിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കിതുപോലെ സ്റ്റീൽ ചെയ്ത് സ്റ്റീൽ നെട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്ത് നമുക്ക് 3 സ്പൈഡർ നമ്മളിവിടെ കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി കറക്റ്റാണ്. പക്ഷേ ഈ സ്റ്റീൽ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ബാലൻസിങ് ആയിരിക്കണം. ഡ്രമ്മ് ഹൈ സ്പീഡിലൊക്കെ ഇറങ്ങുമ്പോൾ വേരിയേഷൻ വരാണ്ടിരിക്കാനും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റീൽ ചെയ്ത് നമ്മൾ ഡ്രമ്മ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മോട്ടർ കാര്യങ്ങളിലൂടെ 2 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് മോട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് വയറിംഗ് ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കാം. വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയ പോലെ തന്നെ കൃത്യമായിട്ട് തന്നെ വയറിങ് കാര്യങ്ങളും സ്ക്രൂ ഒക്കെ കറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം. കൂടാതെ നമുക്കൊരു ചെറിയൊരു സ്ക്രൂവിൻ്റെ ടൈറ്റും കാര്യങ്ങളൊക്കെ കുറവ് വന്നാൽ വാട്ടർ ലീക്കും കാര്യങ്ങളൊക്കെ വരും. കൂടാതെ ഷേക്കിംഗ് ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളിത് കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മോട്ടറിൻ്റെ എർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ക്ലീൻ ചെയ്ത് തന്നെ കൊടുക്കണം. എന്നുവെച്ചാൽ മറ്റുള്ള കൂറകളും മറ്റു എട്ടുകാലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനുള്ളിൽ കൂടിയിട്ട് മോട്ടർ കാര്യങ്ങളൊക്കെ നാശമായി കളയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ വെച്ച് വേണം നമ്മൾ ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാൻ. ഏത് വാഷിംഗ് മെഷീനാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ കോയിലിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ടെക്നീഷ്യനൊക്കെ വിളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ടെക്നീഷ്യന്മാരോട് പറഞ്ഞ് അത് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഡ്രമ്മ് ക്ലീനിങ് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. അതേപോലെ അഴിച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പൗഡർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഉള്ളിലുള്ള എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ബാക്ക് സൈഡ് ഊരിയ ശേഷം നമുക്ക് നോക്കിയാൽ നമുക്ക് തന്നെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രമ്മ് മെയിനായിട്ട് ഇവിടെ കംപ്ലൈൻ്റ് ആയി പോകാറുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഊരിയതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ബാക്ക് സൈഡ് അടച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ സ്റ്റീൽ ചെയ്തുകൊണ്ട് നമ്മളിവിടെ തുണിയിൽ നിന്നിട്ട് അലക്കുന്നില്ല. നമ്മൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ സ്പിന്നറിലിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മുടെ സ്പിന്നിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വൈബ്രേഷനൊന്നും കാണുന്നില്ല. അപ്പോൾ വളരെ കറക്റ്റാണ്. അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്കിത് സെറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് തുണിയൊന്നിട്ട് അലക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടെ സ്പിൻ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വളരെ സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ എന്തായാലും തുണിയുടെ ബാലൻസിങ്ങിൻ്റെ കറക്റ്റിങ് വരാത്തോണ്ട് വരും. നമുക്ക് ഒരേ വെയിറ്റുള്ള തുണികളിലല്ല നമ്മൾ ഇടുന്നത്, അതുകൊണ്ടാണ് ചെറിയൊരു വൈബ്രേഷൻ വരുന്നത്. പിന്നെ ഇരിക്കുന്ന വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും ഇതേപോലെ വൈബ്രേഷൻ ചെറുതായിട്ട് വരും. പിന്നെ നമുക്ക് അടിയിലൊരു ഷോക്ക് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോഴും ഇതേപോലെ വരാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ പ്രശ്നമില്ല, ഇപ്പോൾ ഒരേയൊന്നൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഓക്കെയാണ്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രണ്ടിലോട്ട് വാഷിംഗ് മെഷീൻ ഏറ്റവും നല്ലൊരു വാഷിംഗ് മെഷീനും കൂടിയാണ്. തുണിയൊക്കെ വൃത്തിയാക്കി എടുക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം.